ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്നുള്ളത് ഹോസ്പിറ്റലിലാണ്. ഉമ്മച്ചക്ക് ഡീഹൈഡ്രേഷൻ ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റൽ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിന് പകരം വേറൊരു കാര്യം ചെയ്യാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ സമയം കളയാനല്ല, സമയം എങ്ങനെയാണ് സമയം ഒരുപാടുണ്ട്. എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. അമ്മച്ചിൻ്റെ പഴയ കഴിവുകളൊക്കെ നമ്മൾ പൊടി തട്ടിയെടുക്കാൻ പോവുകയാണ് ഗൈസ്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗെയിമാണ്. പറഞ്ഞെടുക്കി. ഞാൻ വരയ്ക്കും, അതിൻ്റെ ബാക്കി ലൈഫ് വരയ്ക്കും. ഞങ്ങൾ രണ്ടുപേരും അറ്റ് എ ടൈം വരയ്ക്കും. ഞാൻ കുറച്ച് വരയ്ക്കും, അമ്മച്ചി അതേസമയം വേറെ വരയ്ക്കും. എന്നിട്ട് ഞങ്ങൾ പേജസ് സ്വാപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി വരയ്ക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റീൽസിലൊക്കെ. അത് നമ്മൾ വ്ളോഗ് പോലെ ചെയ്യാൻ പോകണം. ഞങ്ങൾ കാണാൻ പോണത്. എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യം നമ്മൾ കുറച്ച് ഷീറ്റ് തിമ്മിന്ന് ടയർ ചെയ്തെടുക്കുന്നുണ്ട്. 2 ഷീറ്റ് എടുക്കുന്നുണ്ട്. റനൻ്റെ ബുക്കാണ്, ആരും പറയണ്ട. അതേപോലെ ഓളെ കളറും ഉണ്ട്. സ്വന്തമായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല, തുറക്കാൻ പറ്റില്ല. 2 ബ്രഷും ഉണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ റെഡിയാണ്. എനിക്ക് പെൻസിൽ കട്ടി അത് വേണ്ട, അത് മാറ്റിത്തരാം. അപ്പം നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ടൈമർ വെക്കും. ഓക്കെ ഓക്കെ, നിങ്ങൾ വരച്ചു കൊടുക്കണം. വരച്ചു തുടങ്ങി പകുതിയല്ല, ഇത്തിരി സമയമാകുമ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തരണം. 5 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ നിങ്ങൾക്ക് തരും. 5 മിനിറ്റ് ഉണ്ട്. ശരി. നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കല്ലേ. അയ്യോ ഷീറ്റാണെന്ന്. അമ്മച്ചി പണ്ട് നല്ല വരക്കുവേനി അമ്മ. ഞങ്ങളിങ്ങനെ വരക്കാനൊക്കെ ഉള്ള കാരണം ആരാണ് നിങ്ങൾ പറയൂ. പണ്ട് അമ്മച്ചിനൊരു മീനുണ്ട് മക്കളെ. അമ്മച്ചി അതിങ്ങനെ ഒരു മീൻ വരക്കും. നല്ല ഭംഗിയുണ്ടോ മീൻ കുറേ കളറൊക്കെ വാരി വെച്ച് പുള്ളിക്കുള്ള ഡിസൈനൊക്കെ ഉള്ളൊരു മീനാണ്. ഇനിയിപ്പോൾ കണ്ടി നമുക്ക് കാട്ടിൽ നിർത്തണം. മരം വെച്ചെടുക്കാൻ ഭയങ്കര രസം. അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ആട്ടോ നമ്മൾ ചെയ്യണത്. അതെന്തെങ്കിലും കാവണമെന്ന് നമ്മൾ പറയരുത്. ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് 2 മിനിറ്റ് മതി, 5 മിനിറ്റ് ഒന്നും വേണ്ട. ഇപ്പോൾ 2 ഇപ്പം എന്ത് കഴിയില്ല, ഞാൻ വരച്ച് പിന്നാക്കും. വീടൊക്കെ വന്നിട്ടുണ്ട്. കുട വരക്കാൻ പോകണം. ഞങ്ങൾ ബാക്കി വരക്കി. നമ്മളിത് വേറെന്തെങ്കിലും ചെയ്യാം. അതിഞ്ഞ് ബാക്കി വരക്കണം. അതൊന്നും പറയാൻ പറ്റില്ല. അത് അബ്സ്ട്രാക്റ്റ് ആണ്. അബ്സ്ട്രാക്റ്റ് നമുക്കിത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ല റബ്ബേ, നമ്മൾ കുറച്ച് ഓടെ കരക്കട്ടെ. എന്ത് കിട്ടില്ല. അബ്സ്ട്രാക്റ്റ് ആണ്. പുതിയ പറഞ്ഞില്ല, അബ്സ്ട്രാക്റ്റ് ആയി നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടി വരക്കുള്ളൂ കേട്ടോ നമ്മൾ. എന്നിട്ട് നമ്മൾ കളർ ചെയ്യൂട്ടാ. കളർ ചെയ്യണം. ക്രയോൺസ് വാങ്ങിയല്ലേ? ക്രയോൺസ് വാങ്ങിയാ സൂക്ഷിച്ച് നോക്കണ്ട, വെല്ല നോക്കിയാൽ മതി. കണ്ണ് ഇടക്ക് വെല്ല അപ്പുറത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ സൂക്ഷിക്കണ്ട. തല താത്തിച്ചാണ് മോളെ. ഞാൻ നിങ്ങൾക്ക് നീക്കി തരാം. ഇത് പച്ചൻ്റെ ഹസ്ബൻഡിൻ്റെ. ഇല്ല, ഫോൺ വിടല്ല. ഫോൺ പച്ച പോയി. ഹലോ, ഒരു OTP വരുമല്ലോ അതിൽ നിങ്ങളെ ഫോണിൽ. ഇപ്പോൾ വരും. വന്നിട്ടുണ്ടോ? ഇപ്പോൾ സെൻഡ് ചെയ്തിട്ട് ഞാൻ ഒന്ന് പറഞ്ഞാളി. അനുഭവത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കുഴപ്പമില്ല. കുത്തി നോവിച്ചിക്കണേ. അപ്പൊ നമ്മള് ഞങ്ങളുടെ സംഭവം കൊണ്ട് ഞാൻ എന്താക്കിക്കണ അറിയോ?
രാത്രി പകുതി ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താ ഞാൻ ഇളക്കിയിട്ടാണ്, ഇവരെ പ്രശ്നം കൊണ്ടല്ല. ഇവരെ പറയാൻ പറ്റില്ല. അതെ, കാനിൽ നമ്മൾ ആറന്നിട്ടുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ സേവനം നിങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റിയോ? ഞാൻ വയ്യാതെ വന്നതല്ലേ, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, തിരിച്ചു കൊടുക്കാം. ഞാൻ ഈസ്റ്റർ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഓപ്ഷൻ പറഞ്ഞുതരാം. ഞാൻ ഈസ്റ്ററിനെ വിശ്വസിക്കുന്നു. ഒരു സുഹൃത്ത് കുടുംബാംഗം എന്നെ റെഫർ ചെയ്തു. ഞാൻ ഈസ്റ്ററിൻ്റെ നിലവിലുള്ള രോഗിയാണ്. എൻ്റെ ഡോക്ടർ എന്നെ ഈസ്റ്ററിലേക്ക് റെഫർ ചെയ്തു. എൻ്റെ ഡോക്ടർ ഈസ്റ്ററിൽ ജോലി ചെയ്യുന്നത് ഞാൻ എന്താ സോഷ്യൽ മീഡിയ കുടുംബത്തിൽ നമ്മളെ കുടുംബ ഹോസ്പിറ്റലാണ് ഈസ്റ്റർ. കുടുംബാംഗം എന്നെ റെഫർ ചെയ്തു. നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തിനും നിങ്ങൾ ഈസ്റ്റർ ശുപാർശ ചെയ്യാൻ എത്രത്തോളം സാധ്യതയുണ്ട്? നമ്മള് അടുത്തുള്ള നല്ല ഹോസ്പിറ്റല് തന്നെയാണ്. അപ്പൊ നമ്മളത് ഒരു 8 കൊടുക്കാം. എന്തായാലും മിംസക്ക് വരുന്നില്ലല്ലോ. എങ്ങനെ പിന്നെ ഇതാ റൂം കിട്ടുന്ന സർവീസ്. റൂം ഇങ്ങോട്ട് കിട്ടാനൊരു കുറച്ച് ഇന്നല്ല. നമ്മൾ ഒരു ദിവസം മൊത്തം വാർഡിൽ വെയിറ്റ് ചെയ്തു. ഒരു കാര്യമില്ല. നമുക്ക് എല്ലാരും യൂസ് ചെയ്യുന്ന ബാത്റൂം ക്ലോസറ്റ് അല്ലേ, അത് നമുക്കൊരു വലിയ ഇറിറ്റേഷൻ ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് റൂം നമ്മളിപ്പോ ഫില്ലാണ് അതേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തു റൂം കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ രാത്രിയാണ് വാർഡിലായിരുന്നു നമ്മൾ 1 ഡേ മൊത്തം അവിടെ കഷ്ടപ്പെട്ട്. കോമൺ ടോയ്ലറ്റ് ആകുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാം. അതേപോലെ ഓൾറെഡി മച്ചക്ക് ഇൻഫെക്ഷൻ ആണ്, പനിയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ. കോമൺ ടോയ്ലറ്റ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അഡ്മിഷൻ പ്രക്രിയയുടെ അനുഭവം അത് ഞാൻ ഉണ്ടായിട്ടില്ല. എന്തൊരു അഡ്മിഷൻ അവസ്ഥ? അഡ്മിഷനൊക്കെ പെട്ടെന്ന് നമുക്ക് ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്താ അറിയോ, നമ്മളവിടെ കാഷ്വാലിറ്റിയിൽ വന്നപ്പോൾ നല്ല സർവീസ് ആയിരുന്നു. നമ്മൾ ഉമ്മമാനായിട്ട് വന്നപ്പോൾ ബാഡ് സർവീസ് ആയിരുന്നു. പിന്നെ അതൊരു റിക്കവർ ചെയ്തത് ഇപ്പോഴാണ്. കാഷ്വാലിറ്റി നന്നായിട്ടുണ്ട്. നല്ല ഡോക്ടർമാരായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. നഴ്സുമാരൊക്കെ സൂപ്പറാണ്. പക്ഷെ കാനിൽ കുത്താൻ അറിയില്ല. ഡോക്ടർ കൺസൾട്ടിങ് നല്ലതാണ്. പിന്നെ രോഗനിർണയവും അനുബന്ധ സേവനങ്ങളും എന്താണ് നിർണയിച്ചില്ലേ? ഭക്ഷണം പാനീയ അനുഭവം നല്ല ഫുഡ് എനിക്ക് ഇഷ്ടമായിക്കണ്. ഡിസ്ചാർജ് അനുഭവം ഡിസ്ചാർജ് ആയിട്ടില്ല, അപ്പം നമുക്ക് ചിരിച്ചു കൊടുക്കാം. വരില്ല. സുരക്ഷാ അനുഭവം സുരക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. പാർക്കിംഗ് അനുഭവം പാർക്കിംഗ് വെരി വെരി ടാസ്ക്. നല്ല ടാസ്ക്കാണ് ഇവിടെ പാർക്കിംഗ് കിട്ടാതെ. പിന്നെ പാർക്കിംഗ് ജീവനക്കാരുടെ കാര്യക്ഷമതയും മര്യാദയും വളരെ മോശമാണ്. ഇപ്പോൾ പല ചീത്ത പറഞ്ഞു മുമ്പിലുള്ള ഒരാള്. പിന്നെ രോഗിയുടെ കുടുംബം, സുഹൃത്തുക്കൾ, സന്ദർശകർ എന്നിവർ അവർക്കൊക്കെ സന്തോഷമായിക്കണേ. ഫാർമസി അനുഭവം ഫാർമസി നല്ലതാ. ഫെസിലിറ്റിയിലുള്ള അനുഭവം ഫെസിലിറ്റിയിൽ എന്താ അനുഭവം? എന്താണ് കുഴപ്പമില്ല, നല്ല. എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ നേരത്തെ എഴുതിയല്ലോ? ഇല്ല അത്രേ ഉള്ളൂ കാര്യം. ആയിക്കോട്ടെ, താങ്ക് യു. അല്ല അങ്ങനൊന്നുമില്ല, നീ വ്ളോഗ് ഇഷ്ടമാണ്. ശരി, മൊത്തം മിംസിന്റെ കഥ നമ്മൾ പറഞ്ഞെടുത്തിരിക്കുന്നു. ഓക്കെ, നമ്മൾ ബാക്കി ടാസ്കിലേക്ക് കടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സ്വിഫ്റ്റിംഗ് ടൈം പിടിച്ചോളി. ഷീറ്റ് പിടിക്കൂ. ഇല്ല, ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ വക എന്തെങ്കിലും ഇൻപുട്ട് ആയിട്ട് കൊടുത്താളി. നിങ്ങൾ ഉദ്ദേശിച്ച ചിത്രമാവണ്ടേ? ഞാൻ ഉദ്ദേശിച്ചല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ചല്ലോ ഇപ്പൊ വന്നത്. അബ്സ്ട്രാക്ട് മരായില്ലേ? അബ്സ്ട്രാക്ട് ആകാശം വന്നില്ലേ? കളർഫുൾ ആകാശം വരൂപ്പെട്ടാ. ഓരോ കളറാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണിക്കൂ. ചിരിക്കണ സൂര്യനുണ്ട്, ഓടിട്ട വീടുണ്ടാക്കി, വെയിൽ കൊടുത്തു. ഞാനിത് നന്നാക്കട്ടെ. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാം. അടുത്തത് അത് വെച്ച് നമുക്ക് കളർ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ മീൻ വെക്കുന്ന ആളൊക്കെ ഉണ്ട്. റബ്ബേ കുടുങ്ങി. ആകാശത്ത് കാക്കയുണ്ട്, സൈഡിൽ മരമുണ്ട്, ഇവിടെ കൂടെയൊക്കെ എന്തൊക്കെ വന്നിക്കണം. മാറ്റാം. ഗായ്സ്, നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഇനി നമ്മൾ കളർ ചെയ്യണം. ശരി, പാടൊക്കെ വരച്ചിട്ടുണ്ട്. കാല് വരച്ച് നിങ്ങളെ കണ്ണിന് ഞാൻ ആകാശത്ത് വെച്ചിട്ടുണ്ട് പലതരം. അതും കളർഫുൾ ആകാശാട്ടോ. എൻ്റെ ഒരു മനസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കളറാക്കാം. അല്ല, എനിക്ക് ഇഷ്ടം കളർ എടുത്തോളി. അത് സ്വാപ്പ് ചെയ്യും. സ്വാപ്പ് ചെയ്യും. നല്ല എടുത്ത് തരാം. ഇവിടെ പല സാധനങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾ മൈൻഡ് ആക്കാൻ പറ്റില്ല. അല്ല മോളെ, കഞ്ഞി കുടിക്കാണ്ടല്ല. കുടിച്ചാലാ? എന്നിട്ട് മതി നിങ്ങൾ കൊടുക്കല്. നിങ്ങൾ ക്ഷീണിക്കോ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ?
അതൊക്കെ അറിയാം, നോക്കട്ടെ. അതൊക്കെ എടുത്തോക്കട്ടെ. ഇതാണ് നമ്മുടെ കഞ്ഞിപ്പാത്രം. നമുക്ക് ഓറഞ്ച് ആയിട്ടും ഗ്രീൻ ആയിട്ടും അടി പിടിക്കുന്നത്. നിങ്ങളെന്നെ പിടിക്കല് രക്ഷിക്കണേ. കഞ്ഞിക്ക് എന്താ നോക്കാം നമുക്ക്. അതാ കഞ്ഞിൻ്റെ ഫുഡ് പയറാണ്. ടീസ്പൂണില്ലേ? ഇത്തിരി ടീസ്പൂൺ വേണ്ടി, വേറെ കയ്യിൽ ആറ്റും കുടിക്കാൻ പറ്റില്ല. പയറ് തണുത്താ നമ്മൾ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു. നമുക്ക് ബാക്ക് ടു ആക്ഷൻ അല്ല ഞങ്ങളത്. ഏതാ നിങ്ങൾതാ? ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്ന ഏതാ? അത് കളർ ചെയ്യാനല്ലേ ഞങ്ങൾ? ഈ പേപ്പറിലൊന്നും ആക്കണ്ട, ഓൾ നിങ്ങൾ ഓടിക്കും. ഇത് മാത്രം മതിയല്ലോ, കളർ ചെയ്ത് മതി. റാൻഷ വരച്ചാണൊക്കെ അതേ പെണ്ണുങ്ങൾ. ഓളെ തല പോലെ ഉണ്ടോ ചെറുതായിട്ട്? വേഗം വെള്ളത്തോ ഞാൻ എടുത്തപ്പോഴാണ് കഞ്ഞി വന്നല്ലേ. വാട്ടർ നിർമ്മ വാഷിംഗ് പൗഡർ നിർമ്മ. ഓക്കെ, നമ്മൾ കളർ ചെയ്യുന്നു. എനിക്ക് പുതിയ ബ്രഷ് ഉണ്ട് മോളെ, കണ്ടു? ബ്രിസ്റ്റോൻ്റെ ബ്രഷ്. ബ്രിസ്റ്റോൻ്റെ ബ്രഷ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സാറ്റേ തുടങ്ങി ഞങ്ങളില്ല, തുടങ്ങിയിട്ടില്ല. ഇതെന്താ കൊടുക്കറപ്പേ? മരം ഒരു ലെയർ കൊടുത്തിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യും. ഇതിൻ്റെ ഒരു ലെയർ കൊടുത്തേനി ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ്, പക്ഷേ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടില്ല. സെക്കൻഡ് കോട്ട് ആകുമ്പോഴേക്കും നമ്മൾ സ്വാപ്പ് ചെയ്തിട്ടാ. ഫസ്റ്റ് കോട്ടൊന്നും രസം ഉണ്ടാവില്ല, നിങ്ങൾ നോക്കൊന്നും വേണ്ട. നമ്മൾ തേർഡ് കോട്ട് ആകുമ്പോഴേക്കും സെറ്റ് ആക്കൂലമ്മ. ഒരു നോക്ക് ഫസ്റ്റ് കോട്ട് രസമില്ല, സ്കിപ്പ് ചെയ്താ മക്കളെ പോയി. ഞങ്ങൾക്ക് പോയി, അത്രേ ഉള്ളൂ. ഇതൊരു അഡാറ് സാധനം വരെ വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് വെക്കാം. ഞങ്ങൾ വിൽപ്പനക്ക് വെക്കുന്നുണ്ട് അല്ലേ, ഫോർ സെയിൽ. ഇത് ബിഗ് ബോസ് ആട്ടാ, ഇത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന്റെ കണ്ണാ ഞാൻ വരച്ചത്, മനസ്സിലായിട്ട്. ഞങ്ങൾ കളർ കൊടുത്തപ്പോഴാണ് എനിക്കത് വന്നത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ബിഗ് ബോസിന്റെ കളർ ആയിക്കണ്. ഓക്കെ, ബിഗ് ബോസിലുള്ള ബിഗ് ബോസിന്റെ കളർ ഒന്നും കൂടി ഉള്ളിൽ കുറച്ച് റൗണ്ട് ആയിട്ട് വരും. ഇത് ഓരോ കളർ ഒരാൾ. ഇത് ജാസ്മിൻ, ഇത് ഗബ്രി, ഇത് ഇതാരാ? അങ്ങനൊക്കെ ഉണ്ടായില്ലേ? അങ്ങനെ നമ്മളത് തീരുമാനിക്കും. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളല്ല ആർട്ടിസ്റ്റ്, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം. ഇത് ജാസ്മിൻ, ഇത് ഗബ്രി, ഇത് അർജുൻ, ഇത് ശ്രീതു, ബാക്കിയുള്ള ഇത് റസ്മിന്, ബാക്കിയുള്ള പേരൊക്കെ ഓർമ്മയില്ല. ഇത് മറ്റെന്നല്ല കരഞ്ഞ കുട്ടി സിബിൻ. ബിഗ് ബോസ് എല്ലാരും കാണാത്തവര് വരെ കാണും. എന്തുണ്ടായോണ്ട്? ട്രോൾ ഉണ്ടായോണ്ട്. ഹലോ, എന്താവാനാണ്? പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. വന്ന് ഫീഡ്ബാക്ക് എടുത്ത് പോയി. നിങ്ങൾ നമ്പറിലല്ലേ അഡ്മിഷൻ എടുത്തുകണ്ടേ? ഫീഡ്ബാക്ക് എടുത്ത് പോയി. ഫസ്റ്റ് കോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മച്ചിക്ക് വിശന്ന് കഴിച്ചു. നമുക്കിനി ഫുഡ് കൊടുക്കാം. എവിടെ വെക്കും? കാലം ഇവിടെ ഇരിക്കും. ഫുഡ് കഴിഞ്ഞു, കൂട്ടാനൊക്കെ കഴിഞ്ഞു, കറിയൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട്. എന്താണ് കൂട്ടാണ്ടായിരുന്നത്? ഒരു കൈപ്പങ്ങ ഉപ്പേരി, അതിൽ കുറച്ച് പയറുപ്പേരി, ഒക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. കുറച്ചുണ്ടാവുള്ളല്ലോ. കോംപ്ലിമെന്ററി അല്ലേ? കോംപ്ലിമെന്ററി. പേപ്പർ ഷിഫ്റ്റ് ചെയ്യാം നമുക്ക് അടുത്തത്. സെക്കൻഡ് കോട്ട് നമ്മൾ പേപ്പർ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം. ഇത് ഞാൻ വരക്കണം. ആപ്പപ്പൊളി. നമ്മൾ ഫൈനൽ ടച്ചിലേക്ക് കടന്നിരിക്കുന്നു. തീർന്ന നിങ്ങളത്? ആ മനുഷ്യനെ നിങ്ങൾ തീർന്നിട്ട് എൻ്റെ ഇപ്പൊ തീരും. അവിടെ മനുഷ്യനത് മൂലക്കല്. സ്വന്തമായിട്ട് പറഞ്ഞു കുട്ടി കഴിക്കുന്ന കുട്ടി. അയ്യോ രക്ഷിക്കണേന്ന് പറ്റി.
ഒന്നുകൂടി. എങ്ങനെയുണ്ട് ഗായ്സ്? നിങ്ങൾ പറയൂ ഗായ്സ്, ഞങ്ങളുടെ സ്വാപ്പ് ദ പെയിൻറ്റിങ് ചലഞ്ച് സൂപ്പറായില്ലേ? എന്തല്ലേ ഇല്ലാത്ത കളറില്ല. മനുഷ്യൻ ഉണങ്ങിയിട്ടില്ല, അതേപോലെ ഇരിക്കുകയാണ്. മനുഷ്യൻ ഉണങ്ങിയിട്ടില്ലേ? മനുഷ്യൻ്റെ മനുഷ്യൻ എന്താ മിനിയോണാണോ? അല്ല മറ്റേ വോഡഫോണിലുള്ള മനുഷ്യൻ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായി പെയിൻറ്റ് ചെയ്തു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കെന്താ പറയാനുള്ളത്? സ്വകാര്യം പറഞ്ഞാൽ ആരും കേൾക്കൂല. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ ബൈ.